മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരായ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണം നുണയെന്ന് കോൺഗ്രസ്. സർദാർ വല്ലഭായ് പട്ടേലിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിട്ടും ജവഹർലാൽ നെഹ്റുവിനെയാണ് പ്രധാനമന്ത്രിയാക്കിയതെന്ന വാദം നുണയും ഭാവനയുമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പിൽ 28 വോട്ടുകൾ സർദാർ വല്ലഭായ് പട്ടേലിനും 2 വോട്ടുകൾ ജവഹർലാൽ നെഹ്റുവിനും ലഭിച്ചു. എന്നിട്ടും 2 വോട്ടുകൾ മാത്രം ലഭിച്ച നെഹ്റു പ്രധാനമന്ത്രിയായി എന്നായിരുന്നു അമിത്ഷാ നടത്തിയ പരാമർശം. കോൺഗ്രസ് കമ്മ്യൂണിക്കേഷൻ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സംഭാവനയുമായി ബന്ധപ്പെട്ട് പാർട്ടി സഹപ്രവർത്തകൻ പീയൂഷ് ബാബല്ലയുടെ വീഡിയോ എക്സിൽ പങ്കുവച്ചു. ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞ നിരവധി നുണകളിലൊന്ന് പൂർണ്ണമായും തുറന്നു കാട്ടിയെന്ന കുറിപ്പോടെയാണ് അദ്ദേഹം വീഡിയോ പങ്കുവച്ചത്. നെഹ്റുവിനെ കുറിച്ച് ആഴത്തിലുള്ള ഗവേഷണം നടത്തിയെന്ന മട്ടിലാണ് BJP അംഗങ്ങൾ പാർലമെന്റിൽ സംസാരിക്കുന്നത്. സത്യത്തിൽ അവർ ഓൺലൈനിൽ എളുപ്പത്തിൽ ലഭ്യമാവുന്ന, പ്രത്യേകിച്ച് നെഹ്റുവിന്റെ തിരഞ്ഞെടുത്ത കൃതികളുടെ 100 വാല്യങ്ങളിലുള്ള മെറ്റീരിയലുകളാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് മറ്റൊരു പോസ്റ്റിൽ രമേശ് പറഞ്ഞു. ഇതെല്ലാം അവർ അവരുടെ ഭാവനയിൽ ഉണ്ടാക്കുന്ന കഥകളാണ്. 1946-ൽ വോട്ടെടുപ്പ് നടന്നുവെന്ന് അവർ പറയുന്നത് പോലെ അത്തരമൊരു വോട്ടെടുപ്പ് നടന്നിട്ടില്ല. ഇത് നുണയാണ്. അന്ന് പാർട്ടി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. രാഷ്ട്രപതിയെ നിയമിച്ചു. എന്നാൽ കലാപവും ക്രമസമാധാനവും തകർന്ന നിലയിലായിരുന്നതിനാൽ രാജ്യത്തിന്റെ സ്ഥിതി മോശമായിരുന്നു. സംഘർഷം നിലനിന്നിരുന്നു. സിംല കരാർ പ്രകാരം പ്രശ്നങ്ങൾ ഉഭയകക്ഷിപരമായി പരിഹരിക്കണമെന്ന് ഇന്ത്യ നിർബന്ധം പിടിച്ചിരുന്ന സമയമായിരുന്നു. ഇതുകൊണ്ടെല്ലാം തന്നെ പാർട്ടി പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് രമേശ് പറഞ്ഞു. മഹാത്മാഗാന്ധി തിരഞ്ഞെടുക്കുന്നയാൾ പ്രസിഡന്റ് ആകുന്നത് അന്ന് നിലനിന്നിരുന്ന ഒരു രീതിയായിരുന്നു. 1946-ലും അത് തന്നെയാണ് സംഭവിച്ചത്. സർദാർ പട്ടേൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അവസാന ദിവസം വരെ നെഹ്റു നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിക്കാതിരുന്നപ്പോൾ മറ്റൊരാളാണ് അത് ചെയ്തത്. വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ഈ സാഹചര്യത്തിൽ നെഹ്റുവിനെ പ്രസിഡന്റ് ആക്കണമെന്ന് തീരുമാനിച്ചു. അതിനാൽ പട്ടേൽ പിന്മാറി. ഇതിനു മുമ്പും നെഹ്റു തന്റെ പിൻഗാമിയാകുമെന്ന് ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.